വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത്. ഞങ്ങളിതാ ചായ കുടിക്കാനുള്ള പരിപാടിയിലാണ്. പാൽക്കാപ്പിയും പിന്നെ മുട്ട ബജ്ജി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബജ്ജിക്കുള്ള മാവൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുട്ട പുഴുങ്ങിയും വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഉമ്മയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ അപ്പുറത്തുനിന്ന് ചായ ആക്കുന്നുണ്ട്. ഇത് എൻ്റെ ആങ്ങള എന്തോ ഒരു ജ്യൂസ് അടിച്ച് വെച്ചതാണ് കേട്ടോ. ബീട്രൂട്ടോ ക്യാരറ്റോ എന്തൊക്കെയോ പുഴുങ്ങിയിട്ടൊക്കെ അടിച്ചതാണ്. ഓൻ തന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കുടിക്കേണ്ടി വരും. ഞങ്ങൾക്ക് ആർക്കും സംഭവം ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ആരും മക്കളും കുടിച്ചിട്ടില്ല, ഞാനും കുടിച്ചിട്ടില്ല. എന്താ പറയുക, ഹെൽത്തി ജ്യൂസാന്നൊക്കെ പറഞ്ഞ് ഉണ്ടാക്കിയതാണ്. എന്തായാലും ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. ഇനി പിന്നെ ഇതാ അപ്പുറത്തുനിന്ന് ഉമ്മ കടി ചുട്ടോണ്ട് നിൽക്കുന്നുണ്ട്. ഇപ്പുറത്ത് ഞാനിതാ കേട്ടോ കോഫി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതും സെറ്റാക്കി അതൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ കെട്ടിപ്പെറുക്കി എടുത്ത് മേശമ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് ചായ കുടിക്കും. എന്നിട്ടാണ് ബാക്കി പരിപാടി അതുള്ളത് കേട്ടോ. അല്ല മക്കളെ, ഇങ്ങൾക്കാർക്കും ഷോർട്ട് വീഡിയോ അല്ലാണ്ട് ലോങ് വീഡിയോ കാണാൻ ഇഷ്ടമല്ലേ? അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ ലോങ് വീഡിയോ ഇട്ടാൽ അതാരും കാണണില്ല. ഷോർട്ട് വീഡിയോ ഇട്ടാൽ പിന്നെയും കുറേ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. കാര്യം എന്തെന്നെ ആയാലും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം കിട്ടണമെങ്കിൽ അത് ലോങ്ങിലേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ബത്തേരി എത്തിക്കണം കേട്ടോ. ആജുവിൻ്റെ മോളുണ്ടായിരുന്നു. അപ്പോൾ ഓളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയൻ്റെ കൂടെ ഞങ്ങളും കൂടെ ഇങ്ങോട്ട് ചാടി കയറി പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളെ കണ്ട സന്തോഷമാണ് ചെറിയ ഓൻ ഇവിടെ ആയിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഓരെ ഒന്ന് കണ്ടിട്ട് ആജുവിനെയും കണ്ടിട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു. പിന്നെ അതാ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്ക് പ്രതീക്ഷിക്കാണ്ടൊന്ന് ഇക്കാനെയും കണ്ടിട്ടുണ്ടായിരുന്നു. ഇക്ക ഓട്ടം വന്നതായിരുന്നു മീനങ്ങാടിക്ക്. അപ്പോൾ ഇക്കാനെ ഒന്ന് കണ്ടിട്ട് പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നേരെ പുരയ്ക്ക് വന്നു കേട്ടോ. വന്നപ്പോഴേക്കും ഉമ്മ ചോറും കറിയും എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അടുത്ത പരിപാടി ചോറ് വയ്ക്കാന്നുള്ളതാണേ. അപ്പോൾ പിന്നെ വരാം കേട്ടോ.